നമസ്കാരം. നാഗലശ്ശേരി ഹെൽത്ത് സെൻ്ററിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു വർഷം തികയുന്നതിന് മുമ്പ് നാഗലശ്ശേരി ഹെൽത്ത് സെൻ്ററിലെ ഡ്രസ്സിംഗ് റൂമായി ഉപയോഗിച്ചിരുന്ന റൂമിൻ്റെ സീലിംഗ് പാളികൾ അടർന്നു വീണിരിക്കുന്നു. ഏകദേശം 18 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ബിൽഡിംഗ് അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഷീറ്റ് ചോർന്നൊലിച്ചുകൊണ്ടാണ് ഡ്രസ്സിംഗ് റൂമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ റൂമിൻ്റെ സീലിങ്ങുകൾ അടർന്നു വീണത്. ആ റൂമിനകത്തേക്ക് രോഗികളെ കൊണ്ടുപോകാനോ പ്രാഥമിക ചികിത്സ നൽകാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിലവിൽ ഈ ഹെൽത്ത് സെൻ്ററിലെ റൂമുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ വലിയ പരാതി ഈ വർക്ക് നടത്തിയ കോൺട്രാക്ടർക്കെതിരെ ഉയർന്നു വരികയാണ്. വിശ്വാസ്യതയില്ലാത്ത കോൺട്രാക്ടർമാർക്ക് വർക്ക് ഏൽപ്പിച്ചാലുണ്ടാകുന്ന ദുരന്ത ഫലമാണ് ഈ ഹെൽത്ത് സെൻ്ററിൽ സംഭവിച്ചിരിക്കുന്നത്. നാഗലശ്ശേരിയുടെ ഒരു മെയിൻ ആരോഗ്യ കേന്ദ്രമാണ് നാഗലശ്ശേരി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചികിത്സയ്ക്ക് ഒരു മാർഗം ഇതിനെ ആശ്രയിക്കുന്നത് ഈ നാഗലശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ്. ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും വർക്കിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയാണ് സിൽക്കോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ഇതിൻ്റെ വർക്ക് കൊടുത്തത്. ഇത് നമ്മളെ നാഷണൽ ഹെൽത്ത് സെൻ്ററാണ് ഇതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി കൊണ്ടുവന്ന പദ്ധതി സിൽക്കോൺ കമ്പനിക്ക് കൊടുത്തിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല. വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് കുറച്ചും കൂടി വർക്കുകൾ ചെയ്യാണ്ട് ബാക്കി വർക്കുകളെല്ലാം എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ഒരു സീലിംഗ് ചെയ്താണ് ഒരു രോഗികൾ ഡ്രസ്സ് ചെയ്യുന്ന ഭാഗം സീലിംഗ് ചെയ്തിട്ട് അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് താഴോട്ട് വീണിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർമാരുടെ തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ അപകടം തന്നെ വരെ സംഭവിക്കാനും സാധ്യതയായിട്ടാണ് അതിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരുപാട് ഷുഗർ രോഗികൾ കാലിൻ്റെ മുകളിലത്തെ മുറികൾ കെട്ടാനും മറ്റുള്ള മുറികൾ കെട്ടാനും അതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആശ്രയ കേന്ദ്രമാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അവിടെ വരുമ്പോൾ അവർക്ക് ആ റൂമിലിരുന്ന് ഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നാഗലശ്ശേരിയിൽ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇത്രയും പ്രവൃത്തി കോൺട്രാക്ടർമാരുടെ അനാസ്ഥയും കാരണം അതിന് പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാഗലശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ളത്. വർഷക്കാലമാണ് കുട്ടികളെ അസുഖമായിട്ട് വരുന്നവരുണ്ട്. അത് ശുശ്രൂഷിക്കാനും ഡ്രസ്സ് ചെയ്യാനും ഒരു പാടില്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് കോൺട്രാക്ടർമാർ നോക്കി ഇതിൻ്റെ ആളുകൾ രാഷ്ട്രീയ ആളുകളൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് കൈകാര്യം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇത് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടെ ഈ നാഗലശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അകലാണം, കോതര, മൂളിപ്പറമ്പ്, ആലിക്കര, നമ്മളിപ്പറമ്പ്, പെരിങ്ങോട് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആളുകൾ, അതിൽ കൈക്കോട്ട് പണിക്കാരുണ്ട്, മറ്റുള്ള പണിക്കാരുണ്ട്. ഇവരൊക്കെ കൈക്കോട്ട് കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വെട്ടോത്തി കൊണ്ടിട്ടോ എന്തെങ്കിലും ഒരു മുറി പറ്റിയാൽ പെട്ടെന്ന് ഓടി വരുന്നത് മുറി കെട്ടാൻ വേണ്ടി ഈ ആരോഗ്യ കേന്ദ്രത്തിനാണ് ആശ്രയിക്കുന്നത്. പിന്നെ ഇവിടെ രോഗികൾ വന്നിരുന്നു കഴിഞ്ഞാൽ അത് രോഗികളുടെ തലക്ക് വീണ് അതിന് സമാധാനം സിസ്റ്റർമാർ പറയേണ്ടി വരും. അവർ അത് കണ്ടപ്പോൾ അവർക്കും പേടിയായി. കാരണം ഇത് തലയിലേക്ക് പൊളിഞ്ഞു വീണെന്നുണ്ടെങ്കിൽ ഈ കെട്ടാൻ വരുന്ന പാവം സിസ്റ്റർമാർ നിരപരാധികളാണ്. അവർക്കും പരിക്ക് പറ്റും, ഈ കെട്ടാൻ വരുന്നവർക്കും പരിക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് ഞങ്ങൾ ഇനി 10-5 പോയാലും വേണ്ടില്ല, ഞങ്ങൾ പുറത്തു പോയി കെട്ടുകയാണെന്ന്. കാരണം ഇത്രയും ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഈ സാധാരണക്കാരായ ആളുകൾ, ഞങ്ങളെ പോലത്തെ ആളുകൾ നീതി അടക്കുന്ന പൈസ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആ മന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം. ഇവിടുത്തെ ഡോക്ടറോട് നിങ്ങൾ സംസാരിച്ചിരുന്നു? ഡോക്ടർ സംസാരിക്കുമ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇവിടുത്തെ അവസ്ഥ നമുക്ക് തന്നെ അറിയാം. നാട്ടുകാർ പറയുന്നുണ്ട്, പല രോഗികളായിട്ടുള്ള വരുന്ന ആൾക്കാരെയൊക്കെ ആ റൂമിൽ പിടിച്ചിരുത്തി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അവരുടെ തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഡോക്ടർക്ക് ഉൾപ്പെടെയാണ്. നിലവിൽ ഡ്രസ്സിംഗ് റൂമായിട്ട് ആ റൂം ഉപയോഗിക്കുന്നില്ല. അവിടെ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ ആ ഫെസിലിറ്റീസൊക്കെ അവിടെ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ റൂം ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ റൂം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതും ആ ഷീറ്റ് പൊളിഞ്ഞ് താഴെ വീണ ഈ രോഗികളുടെ ഉൾപ്പെടെ അവരുടെ തലയിലാണ് വീഴുക. പിന്നെ ഇപ്പോൾ എവിടെ വെച്ചിട്ടാണ് രോഗികൾ വന്നിട്ട് പുറത്തെ പബ്ലിക്കിൽ ഇട്ടിട്ടൊന്നും രോഗികളെ മുറി ഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പബ്ലിക്കിലിട്ടിട്ട് എന്തായാലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. ആ റൂം എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തി അത് നടപടികളെടുത്ത് എത്രയും പെട്ടെന്ന് ഇത്
ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം ചെയ്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.